Dear students, welcome to Sapphire Future Academy Board Booster series. Today, we are going to discuss about sex determination in organism. Okay? Sex determination. First point, there are different systems of sex determination present in different organism. അല്ലേ? നമുക്കറിയാം ഇപ്പോൾ ഹ്യൂമൻസിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കണാണല്ലോ. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫീമെയിലും XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിലുമാണ് അല്ലേ? സെക്സ് ഡിറ്റർമിനേഷൻ അപ്പൊ കാരണമാരാ? എക്സ് ക്രോമസോം ആണ്. വി ഹാവ് 23 പെയർ ഓഫ് ക്രോമസോം. അതിൽ 22 പെയേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോസോമും 1 പെയർ എന്ന് പറയുന്നത് സെക്സ് ക്രോമസോമാണ്. അത് ഫീമെയിൽ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് ഏതാ? XX വന്നാൽ ഫീമെയിലും XY വന്നാൽ അത് മെയിലുമാണ്. അപ്പോൾ ഇത് ഹ്യൂമൻസിന്റെ കേസ്, അത് നമുക്കറിയാവുന്ന കാര്യം. ഇതുപോലെ പല ഓർഗാനിസത്തിന്റെയും സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്? എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? ആയിരിക്കില്ലല്ലോ. ഓർഗാനിസം ഡിഫറെന്റ് ആണെങ്കിൽ അതനുസരിച്ച് സെക്സ് ഡിറ്റർമിനേഷനിലെ വ്യത്യാസങ്ങൾ കാണും അല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കുക. ഹെൻകിങ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഫസ്റ്റ് എക്സ് ക്രോമസോം. അതിനെയാണ് പിന്നീട് എക്സ് ബോഡി. ആ എക്സ് ക്രോമസോമിനെയാണ് now we called as സെക്സ് ക്രോമസോം. എക്സ് ക്രോമസോം, എക്സ് ബോഡി, that is സെക്സ് ക്രോമസോം. നെക്സ്റ്റ് പോയിന്റ്, the chromosome that determine the development of sexual characters are known as sex chromosome and the rest of the chromosome are known as autosomes. How many autosomes are present in human? 22 pairs. Sex chromosome 1 pair. അല്ലേ? അപ്പോൾ സെക്സ് ക്രോമസോം ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും പറയുന്ന പേരെന്താണ്? ഓട്ടോസോംസ് എന്നാണ്. When the male produces 2 different kinds of gamete, it is known as male heterogamety. ഈ സെക്സ് ഡിറ്റർമിനേഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് മെയിൽ ഹെറ്ററോഗാമീറ്റി. മെയിൽ ഹെറ്ററോഗാമീറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണല്ലോ. മെയിൽസ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് ഉണ്ടാക്കുന്നത്. അതിനെയാണ് മെയിൽ ഹെറ്ററോഗാമീറ്റി. അടുത്തത് ഫീമെയിൽ ഹെറ്ററോഗാമീറ്റി. ഫീമെയിൽ ഹെറ്ററോഗാമീറ്റി. അപ്പോൾ ആരാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗാമീറ്റ് ഉണ്ടാക്കുന്നത്? ഫീമെയിൽ ആണ്. ഇനി ഹ്യൂമൻസിന്റെ കേസ് നോക്കിയേ. ഹ്യൂമൻസിൽ മെയിലിന്റെ കണ്ടീഷൻ XY ആണല്ലോ. അപ്പോൾ മെയിൽസ് ക്യാൻ പ്രൊഡ്യൂസ് എക്സ് എന്ന് പറയുന്ന അല്ലെ എക്സ് ക്യാരിയിങ് ഗാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യും, Y ക്യാരിയിങ് ഗാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യും. 2 types of gametes are produced by male. അങ്ങനെ വരികയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മെയിൽ ഹെറ്ററോഗാമീറ്റി എന്ന് പറയും. ഇതുപോലെ തന്നെ 2 kinds of gametes are produced by female ആണെങ്കിൽ എന്ത് പറയും? ഫീമെയിൽ ഹെറ്ററോഗാമീറ്റി എന്ന് പറയും. ഇവിടെ നമ്മൾ പറഞ്ഞത് 2 different kinds of gametes are produced by male. അതിന് എക്സാമ്പിൾ ആണ് ഹ്യൂമൻ, ഗ്രാസ് ഹോപ്പേഴ്സ്, ഡ്രോസോഫില. ഹ്യൂമൻസ്, ഗ്രാസ് ഹോപ്പേഴ്സ്, ഡ്രോസോഫില. ഡ്രോസോഫില ലാസ്റ്റ് സെഷനിൽ നമ്മൾ ആ പേര് കേട്ടതാണ് അല്ലേ? ഡ്രോസോഫില, മെലനോഗാസ്റ്റർ, ഫ്രൂട്ട് ഫ്ലൈ. ഏതിലാ കേട്ടത്? ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ. സെയിം ഡ്രോസോഫില തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഫീമെയിൽ ഹെറ്ററോഗാമീറ്റി നോക്കുക. When the female produces 2 different kinds of gamete, it is known as female heterogamete. ഇനി അതിൽ ഓരോ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഹ്യൂമൻസ്, ഡ്രോസോഫില, ഗ്രാസ് ഹോപ്പർ. ഇത് മൂന്നും മെയിലാണല്ലോ. XY, XO. ഫീമെയിൽ നോക്കുക. ഫീമെയിൽ എല്ലാം ഹോമോഗമസ് ആണ് അല്ലേ? ഒരേപോലെയുള്ള സെക്സ് ക്രോമസോം ആണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസ് ഹ്യൂമൻസ് നോക്കിയാലും ഡ്രോസോഫില നോക്കിയാലും നമ്മൾ പറയുന്നത്, ഇവിടെ ഞാൻ പറയുന്നത് മെയിൽ ഹെറ്ററോഗാമീറ്റി ആണ് കേട്ടോ. മെയിൽ ഹെറ്ററോഗാമീറ്റിയുടെ കാര്യമാണ് പറയുന്നത്. മെയിൽ ഹെറ്ററോഗാമീറ്റി. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് XY ടൈപ്പ്. XX XY ടൈപ്പ്.
XX female, XY male. Female can produce only one type of gamete. 100% ഗാമേറ്റിലും എന്തേ ഉള്ളൂ, എക്സ് മാത്രമേ കാണുകയുള്ളൂ, കാരണം അത് ഹോമോഗമസ് ആണ്. പക്ഷേ മെയിൽ ക്യാൻ പ്രൊഡ്യൂസ് 2 types ഓഫ് ഗാമേറ്റ്. നോക്കുക, 2 types ഓഫ് ഗാമേറ്റ്. 50% ഓഫ് ഗാമേറ്റ് ക്യാരിയിങ് എക്സ് ക്രോമസോം ആൻഡ് 50% ഓഫ് ഗാമേറ്റ് ക്യാരിയിങ് വൈ ക്രോമസോം. ഓക്കെ, നോക്കിയേ, ഇങ്ങനെ ഒരു ക്രോസ് നോക്കുക. എക്സ് എക്സ്, ദിസ് ഈസ് ഗേൾ or female. This condition X, Y. ഇതെന്താ? Male. Who determines the sex of the chromosome? Is it male or female? Female determines the sex of the chromosome. Isn't it? അപ്പോൾ ഇത് രണ്ട് കേസിലും, ഇപ്പോൾ ഹ്യൂമൻസ് ആയാലും ഡ്രോസോഫില ആയാലും അങ്ങനെ തന്നെയാണ്. രണ്ട് കേസിലും മെയിൽ ക്യാൻ ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദി ക്രോമസോം. ഓക്കെ, ഇതാണ് ഹെറ്ററോഗാമീറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കുക, ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പറിന് നമ്മൾ പറയുന്നത് മെയിൽ ഹെറ്ററോഗാമീറ്റി തന്നെയാണ്, പക്ഷെ അത് എക്സ് 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 ഓ ടൈപ്പാണ്. ഓ എന്ന് പറയുന്നത് 0, നത്തിങ് ഇസ് ദർ, നോ ക്രോമസോം ഇസ് ദർ. ക്രോമസോം അവിടെ ഇല്ല, അതുകൊണ്ടാണ് അവിടെ 0 എന്ന് കൊടുത്തിരിക്കുന്നത്. ഹിയർ ഇസ് ഫീമെയിൽ, മെയിൽ. ഓക്കെ, ഫീമെയിൽ ക്യാൻ പ്രൊഡ്യൂസ് ഓൺലി 1 type ഓഫ് ഗാമീറ്റ്. സെയിം തന്നെ നമ്മളിവിടെ പറഞ്ഞത് തന്നെ. മെയിൽ ക്യാൻ പ്രൊഡ്യൂസ് 2 types ഓഫ് ഗാമീറ്റ്. നോക്കുക, ഒരു ഗാമീറ്റിൽ എന്തില്ല? ഒന്നുമില്ല. 50% ഗാമീറ്റിൽ ഒന്നുമില്ല. നോ ക്രോമസോംസ് ഇസ് ദർ, ബട്ട് ഗാമീറ്റ്സ് ആർ ദർ. അവിടെ ഗാമീറ്റ് ഉണ്ട്, പക്ഷേ ക്രോമസോം ഇല്ല, അല്ലേ? അതേസമയം 50% ഗാമീറ്റിലോ എക്സ് ക്രോമസോം ഉണ്ട്. ഇവിടെ നോക്കുക, who determine XX, X. Who determine the sex of the child? Who determine the sex of the child? Here also male can determine the sex of the child. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, മെയിൽസിൽ ഒരു ക്രോമസോം നമ്പർ കുറവായിരിക്കും. മെയിൽസിൽ ഒരു ക്രോമസോം നമ്പർ കുറവായിരിക്കുന്നു. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഗ്രാസ് ഹോപ്പറാണ്. ഗ്രാസ് ഹോപ്പറിൻ്റെ കേസിൽ മെയിൽസിൽ ഒരു ക്രോമസോം നമ്പർ കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 32 ക്രോമസോംസ് ഫീമെയിലുണ്ടെങ്കിൽ ഇവർക്ക് എത്രയേ കാണുകയുള്ളൂ? 31 ക്രോമസോമേ കാണുകയുള്ളൂ. ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ്, എന്നിരുന്നാൽ പോലും ഇവിടെ ഒരു ക്രോമസോം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ മെയില് 2 തരത്തിലുള്ള ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 50% ഗാമേറ്റിൽ എക്സ് ക്രോമസോമും 50% ഗാമേറ്റിൽ വൈ ക്രോമസോമുമാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും XX-XY ടൈപ്പ് എന്ന് പറയുന്നതും XX-XO ടൈപ്പ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? മെയിൽ ഹെറ്ററോ ഗാമീറ്റിയാണ്. ഇനി അടുത്ത നോക്കുക, ബേർഡ്സ്, ഹെൻ. ഇവരുടെ കേസിൽ ZZZW. നോക്കിയേ, മെയിലാണ് ZZ എന്ന് പറയുന്നത്. മെയിൽ അപ്പം എന്താ? ഹോമോഗമസ് ആണ്. ഫീമെയിലാണ് ZW എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ ഫീമെയിൽ എന്താ? ഹെറ്ററോ ഗാമീറ്റിയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത കണ്ടീഷൻ നോക്കിക്കോ. നമ്മൾ പറഞ്ഞു ഫീമെയിൽ ഹെറ്ററോ ഗാമീറ്റി. ഫീമെയിൽ ഹെറ്ററോ ഗാമീറ്റി. ഫീമെയിൽ ഹെറ്ററോഗാമീറ്റി കേട്ടോ. ഫീമെയിൽ ഹെറ്ററോഗാമീറ്റി. അതിനകത്ത് ഇസഡ് 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 ഡബ്ല്യു, ഇസഡ് 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 ഡബ്ല്യു. ഇസഡ് ഇസഡ് എന്ന് പറയുന്നത് മെയിൽ ആൻഡ് ZW എന്ന് പറയുന്നത് female. Here male can produce only one type of gamete. Female can produce 2 types of gamete. 50% of gamete carrying Z and 50% of gamete carrying W. Here fertilization ZZ ZW. ZZ is male progeny and ZW is female progeny. Who determines the sex of the child? Female determines the sex of the child.
ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെയിൽ ഹെട്രോഗാമീറ്റി എന്നും ഫീമെയിൽ ഹെട്രോഗാമീറ്റി എന്നും പറയുന്നത്. മെയിൽ ഹെട്രോഗാമീറ്റിക്ക് എക്സാമ്പിൾ ഹ്യൂമൻ, ഡ്രോസോഫില്ല, ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പറിന് പക്ഷേ വ്യത്യാസമുണ്ട്. അതിനകത്ത് XO0 അവിടെ ക്രോമസോം ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഗ്രാസ് ഹോപ്പറിൻ്റെ മെയിൽസിന് എപ്പോഴും 1 ക്രോമസോം ലെസ് ദാൻ ഫീമെയിൽ ആയിരിക്കും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചുകൂടാ. പിന്നെ ബേർഡ്സ്, ഹെൻ, കോക്ക്, അവരുടെയൊക്കെ കേസിൽ വരുന്നത് Z അതായത് ഹോമോസൈഗസ് കണ്ടീഷൻ കാണുന്നത് മെയിലിനും ഹെട്രോസൈഗസ് കണ്ടീഷൻ കാണുന്നത് ഫീമെയിലിനുമാണ്. ഇസ്ന്റ് ഇറ്റ്? ഇതാണ് സെക്സ് ഡിറ്റർമിനേഷൻ. ഇനി അടുത്തത് ഇത് നോക്കുക, സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഹണി ബീസ്. ഹണി ബീസിലെ സെക്സ് ഡിറ്റർമിനേഷന് നമ്മൾ പറയുന്നത് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ എന്നാണ്. ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ N കണ്ടീഷൻ, ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ 2N കണ്ടീഷൻ. ഒരു ഹണി ബീ കോളനിയിൽ എത്ര തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് കാണും? 3 തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് ആണ് ഒരു ഹണി ബീ കോളനിയിൽ കാണുന്നത്. അതിൽ ഒന്നാമത്തെ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ക്വീൻ ആണ്. ക്വീൻ എന്ന് പറയുന്നത് ഫീമെയിലാണ്, അത് ഫെർട്ടൈലാണ്. രണ്ടാമത്തത് ഡ്രോൺസ് ആണ്. ഡ്രോൺസ് എന്ന് പറയുന്നത് മെയിലാണ്, അവരും ഫെർട്ടൈലാണ്. പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഉള്ളത് വർക്കർ ബീസ് ആണ്. ഏറ്റവും കൂടുതൽ ഹണി ബീ കോളനിയിൽ കാണുന്നത് വർക്കേഴ്സ് ആണ്. വർക്കേഴ്സ് എന്ന് പറയുന്നത് ഫീമെയിൽ തന്നെയാണ്, പക്ഷെ അവർ ഇൻഫെർട്ടൈലാണ്. അപ്പോൾ ഒരു ഹണി ബീ കോളനിയിൽ 3 ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആണ്. അതിനകത്ത് മെയിൽസ് എല്ലാവരും തന്നെ ഹാപ്ലോയിഡും ഫീമെയിൽ എല്ലാവരും തന്നെ ഡിപ്ലോയിഡ് ആണ്. മെയില് ഹാപ്ലോയിഡും ഫീമെയിൽ ഡിപ്ലോയിഡും. അതുകൊണ്ടാണ് അതിനെ ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. സെക്കൻഡ് പോയിന്റ് ഒന്ന് നോക്കിയേ, ഫീമെയിൽ ക്യൂൻ ഓർ വർക്കർ is formed by the fusion of an egg and sperm and have diploid number of chromosome. എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫീമെയിലോ, അതായത് ക്യൂൻ ആയിക്കോട്ടെ അതല്ലെങ്കിൽ വർക്കർ ആയിക്കോട്ടെ, ഒരു ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫെർട്ടിലൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്പേം മെയിൽ ഗ്യാമിറ്റും വേണം, ഫീമെയിൽ ഗ്യാമിറ്റ് എഗ്ഗും വേണം. അങ്ങനെ വരുമ്പോൾ അവിടെ ക്രോമസോം നമ്പർ 32 ആകും. ഈ 32 എന്ന് പറയുന്നത് എന്താണ്? ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ എല്ലാ ഫീമെയിൽസ്, അപ്പോൾ അത് ക്യൂനായാലും വർക്കറായാലും എല്ലാത്തിൻ്റെയും ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 32 ആണ്, അത് ഡിപ്ലോയിഡ് ആണ്. അതേസമയം മെയിൽ ഡ്രോൺസ് എന്ന് അവരെ പറയുന്നത്, മെയിൽ ഈസ് ഫോംഡ് ഫ്രം ആൻ അൺഫെർട്ടിലൈസ്ഡ് എഗ്. മെയിൽ ഈസ് ഫോംഡ് ബൈ ആൻ അൺഫെർട്ടിലൈസ്ഡ് എഗ്. ഫെർട്ടിലൈസേഷൻ നടക്കാത്ത എഗ്ഗിൽ നിന്നുമാണ് മെയിൽ ഫോം ചെയ്യുന്നത്. അതിനെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു പേര് പറയുന്നുണ്ട്, അതിനെ പറയുന്ന പേരാണ് പാർത്തനോജെനിസിസ്. അതിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? ടർക്കി പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഡെസേർട്ട് ലിസാർഡ് പറയുന്നുണ്ട്, പിന്നെ ഹണി ബീസ് എന്ന് പറയുന്നുണ്ട്. ഹണി ബീസിൽ മെയിൽസ് ആണ് പാർത്തനോജെനിസിസ് കാണിക്കുന്നത്. അതായത് മെയിൽ ഹണി ബീ ഈസ് ഫോംഡ് ബൈ ആൻ അൺഫെർട്ടിലൈസ്ഡ് എഗ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ എഗ്ഗിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് പ്രോജനി ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർത്തനോജെനിസിസ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മെയിൽ ഗ്യാമിറ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്യാന്ന് പറയുമ്പോൾ അത് ഹാപ്ലോയിഡ് ആയിരിക്കുമല്ലോ, അല്ലേ? ഏത് മെയിൽ ഗ്യാമേറ്റ് ആ എഗ്ഗിൽ നിന്നും ആ ഫോം ചെയ്യുന്നത്, അപ്പോൾ അത് ഹാപ്ലോയിഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ മെയിൽ പ്രോജനീസിനെല്ലാം തന്നെ ഹാപ്ലോയിഡ് ആണ്, N ആണ്. നമ്പർ ഓഫ് ക്രോമസോംസ്. സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മൈറ്റോസിസ്. സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മൈറ്റോസിസ് വഴിയാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്ക്, ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ സിസ്റ്റം. അതിനകത്ത് നോക്കുക, ഫീമെയിലിൽ ക്രോമസോം നമ്പർ എത്രയാണ്? 32 ആണ്. 32 ക്രോമസോം നമ്പർ ആയതുകൊണ്ട് മിയോസിസ് നടന്നിട്ട് ഗാമീറ്റ് ഫോർമേഷൻ നടക്കണം, അല്ലേ? നോക്കുക, മിയോസിസ് നടന്നു, ഗാമീറ്റ് ഫോർമേഷൻ നടന്നു. ഗാമീറ്റിലെ ക്രോമസോം എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, 16 ആണ്. ഇനി ഇവിടെ നോക്കിയേ, മെയിലിൽ ക്രോമസോം നമ്പർ അല്ലെങ്കിലേ ഹാപ്ലോയിഡ് ഉള്ളൂ.
അപ്പോൾ പിന്നെ അവിടെ മിയോസിസിന് നടക്കാൻ പറ്റുമോ? ഇനി മിയോസിസ് നടന്നു കഴിഞ്ഞാൽ 16:8 ആയിട്ട് മാറില്ലേ? അപ്പോൾ അവിടെ മിയോസിസ് നടക്കാൻ പാടില്ല. അതുകൊണ്ട് മെയിൽസിൽ, അതായത് ഡ്രോൺസിൽ ഗാമിറ്റോജെനിസിന്റെ സമയത്ത് നടക്കുന്നത് ഏത് ഡിവിഷനാണ്? മൈറ്റോസിസ് ആണ്. എന്തുകൊണ്ടാണ്? മെയിൽസ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, പിന്നെ അവിടെ മിയോസിസ് നടക്കാൻ പറ്റില്ല. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ക്രോമസോമിൽ മിയോസിസ് നടന്നിട്ടാണല്ലോ അത് ഹാഫായിട്ട് മാറുന്നത്. ഇത് ക്രോമസോം തന്നെ എന്താണ്? അവിടെയുള്ള ജീനോം തന്നെ എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ പിന്നെ അവിടെ മിയോസിസ് നടക്കാൻ പറ്റില്ല. അവിടെ നടക്കുന്നത് മൈറ്റോസിസ് ആണ്. മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ ക്രോമസോം നമ്പർ എന്ത് തന്നെയായിരിക്കും? 16 തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ നോക്കുക, ഈ 16ഉം ഈ 16ഉം കൂടി ഫെർട്ടിലൈസേഷൻ നടന്നേക്കണം. കണ്ടോ? ഫെർട്ടിലൈസേഷൻ നടന്നാൽ എഗെയിൻ എത്ര വരും? 32 വരും, 2n വരും. അപ്പോൾ അവരാരായിട്ട് മാറി? ഡിപ്ലോയിഡ് ആയിട്ട് മാറി. ഇനി ഇവിടെ നോക്കിയേ, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഡയറക്റ്റ് ആയിട്ട് അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നും ആര് ഫോം ചെയ്തു? മെയിൽസ് ഫോം ചെയ്തു, അല്ലേ? മെയിൽസ് ആർ ഫോംഡ് ഫ്രം അൺഫെർട്ടിലൈസ്ഡ് എഗ് എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ ക്രോമസോം നമ്പർ എത്രയാണ്? 16 ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത് അതിനെയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മെയിൽസിന് ആക്ച്വലി എന്തില്ല? ഫാദർ ഇല്ല, അല്ലേ? കാരണം ഫീമെയിലിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എഗ്ഗിൽ നിന്നുമാണ് ആര് ഫോം ചെയ്യുന്നത്? മെയിൽ ഫോം ചെയ്യുന്നത്. ഫാദറും ഇല്ല. അതുപോലെ തന്നെ സണ്ണുണ്ടോ? സണ്ണില്ലല്ലോ. സണ്ണ ഉണ്ടാവുന്നത് ആരിൽ നിന്നാ? മദറിൽ നിന്നുമാണ്, അല്ലേ? പക്ഷെ ആരുണ്ട്? ഗ്രാൻഡ് ഫാദറും ഉണ്ട്, ഗ്രാൻഡ് സണ്ണും ഉണ്ട്. മെയിൽസ് ഹാവ് നോ ഫാദർ നോ സൺ ബട്ട് ഹാവ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് സൺ. അതായത് ഇവിടെ നമ്മൾ കണ്ടത് പോപ്പുലേഷൻ ഒന്ന് തന്നെയാണ്. ഹണിബീ എന്ന് പറയുന്ന പോപ്പുലേഷനാണ്. ഈ ഹണിബീസിൻ്റെ പോപ്പുലേഷനിൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജീനോംസ്, 2 ടൈപ്പ് ഓഫ് ജീനോംസ് കാണുന്നുണ്ട്. ഹാപ്ലോയിഡ് ജീനോമും കാണുന്നുണ്ട്, ഡിപ്ലോയിഡ് ജീനോമും കാണുന്നുണ്ട്. അതിനെ പറയുന്നതാണ് ഹാപ്ലോ ഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. ഹാപ്ലോയിഡ് ആരാണ്? മെയിൽ ഈസ് ഹാപ്ലോയിഡ്. ഡിപ്ലോയിഡ് ആരാണ്? ഫീമെയിൽ ഈസ് ഡിപ്ലോയിഡ്. ഓക്കെ, അപ്പോൾ 3 തരത്തിലുള്ള ഡിറ്റർമിനേഷൻ ആണ്. ഫസ്റ്റ് വൺ മെയിൽ ഹെട്രോഗമീറ്റി, സെക്കൻഡ് വൺ ഫീമെയിൽ ഹെട്രോഗമീറ്റി, ദെൻ ഹാപ്ലോഡിപ്ലോയിഡ് സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂട്ടേഷൻ ചേഞ്ച്, അല്ലേ? എന്തിൽ വരുന്ന ചേഞ്ച്? ജീനോമിൽ വരുന്ന ചേഞ്ച്. ജീനോമിൽ വന്ന ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഫീനോടൈപ്പിനെയും അഫക്റ്റ് ചെയ്യുമല്ലോ. ജീനോടൈപ്പിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നോർമലി അതെന്തിലും ചേഞ്ച് വരും, ഫീനോടൈപ്പിലും ചേഞ്ച് വരും, അല്ലേ? അതാണ് ഇനി പറയാൻ പോകുന്നത് മ്യൂട്ടേഷൻ. എനി ചേഞ്ചസ് ഇൻ ദ സീക്വൻസ് ഓഫ് DNA ഈസ് കോൾഡ് എ മ്യൂട്ടേഷൻ. വയബിൾ മ്യൂട്ടേഷൻസ് ഗെറ്റ് ഇൻഹെറിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. എനി ചേഞ്ച് ഇൻ ദ സീക്വൻസ് ഓഫ് DNA യിൽ എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ പറയുന്ന പേര് മ്യൂട്ടേഷൻ എന്നാണ്. അതിൽ വയബിൾ മ്യൂട്ടേഷൻ ആണെങ്കിൽ വയബിൾ മ്യൂട്ടേഷൻ എന്ത് ചെയ്യും? ഇൻഹെറിറ്റഡ്, പാരമ്പര്യമായി ഒരു ജനറേഷനിൽ നിന്നും മറ്റ് ജനറേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. വയബിൾ മ്യൂട്ടേഷൻസ്. A mutation changes the genotype as well as phenotype of an organism. ഒരു മ്യൂട്ടേഷൻ നടന്നാൽ ജീനോടൈപ്പ് ചേഞ്ച് ചെയ്യുമല്ലോ. ജീനോടൈപ്പ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തും ചേഞ്ച് ചെയ്യും? ഫീനോടൈപ്പും ചേഞ്ച് ചെയ്യും. ഇറ്റ് ഈസ് ലിങ്ക്ഡ് ടു വേരിയസ് ഡിസീസസ്. അതായത് മ്യൂട്ടേഷൻ വഴി പല തരത്തിലുള്ള ഡിസീസസും വരാനുള്ള ചാൻസ് ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റനൂറിയ. ഇതെല്ലാം മ്യൂട്ടേഷൻ വഴി വരുന്ന ഡിസീസസ് ആണ്. ബട്ട് നോട്ട് ഓൾ മ്യൂട്ടേഷൻസ് ആർ ഹാംഫുൾ. പക്ഷേ എല്ലാ മ്യൂട്ടേഷൻസും എന്തല്ല? ഹാംഫുൾ അല്ല. എല്ലാ മ്യൂട്ടേഷൻസും ഹാംഫുൾ അല്ല. ചേഞ്ചസ് ലൈക്ക്, എങ്ങനെയാണ് നമ്മളവിടെ പറഞ്ഞ എന്താണ്? സീക്വൻസ് ഓഫ് DNA-യിൽ ചേഞ്ച് വരുന്നു എന്നാണ് പറഞ്ഞത്. ആ സീക്വൻസ് ഓഫ് DNA-യിൽ എങ്ങനെയെല്ലാം ചേഞ്ചസ് വരാം? ആ ചേഞ്ചസ് ആണ് ഡിലീഷൻ. DNA-യുടെ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്ത് പോകുകയാണ്, അത് ചേഞ്ച് അല്ലേ? അടുത്തത് ഇൻസേഷൻ. DNA-യിൽ ഇൻസേർട്ട്, കുറച്ച് കഷ്ണം കൊണ്ടുവന്ന് അവിടെ പിടിപ്പിക്കുകയാണ്, കുറച്ച് കഷ്ണം കൂടുതലായിട്ട് വരികയാണ്, അതും ചേഞ്ച് അല്ലേ? ഡ്യൂപ്ലിക്കേഷൻ, ഒരു സെഗ്മെന്റ് തന്നെ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വരികയാണ്, അതും ചേഞ്ച് തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ, ഒന്നിന് പകരം മറ്റൊന്ന് വരികയാണ്, അതും എന്ത് തന്നെയാണ്? ചേഞ്ച് തന്നെയാണ്. അപ്പോൾ ഈ ചേഞ്ചസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചേഞ്ചസ് DNA-യിൽ വരാമെന്ന്. ഒന്നുകിൽ അത് പോയിക്കൊണ്ടാകാം,
അല്ലെങ്കിൽ അതിനകത്തേക്ക് വന്നുകൊണ്ടാകാം, അതുമല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉള്ളത് തന്നെ വീണ്ടും മാറി വരുന്നത് കൊണ്ടാകാം, അതുമല്ലെങ്കിൽ ഒന്നിന് പകരം മറ്റൊന്ന് വരുന്നത് കൊണ്ടുമാകാം. അതാണ് 4 തരത്തിലുള്ള ചേഞ്ചസ് ലൈക്ക് ഡിലീഷൻ, ഇൻസേർഷൻ, ഡ്യൂപ്ലിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ എക്സെട്ര റിസൾട്ട് ഇൻ മ്യൂട്ടേഷൻ. A mutation is the major cause of cancer. ക്യാൻസറിന്റെ മേജർ കോസ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ തന്നെയാണ്. There are many mutations inducing agents. മ്യൂട്ടേഷൻ ഇൻഡ്യൂസിങ് ഏജൻസ്, ആ ഇൻഡ്യൂസിങ് ഏജൻസിന് പറയുന്ന പേരാണ് മ്യൂട്ടാജൻസ്. മ്യൂട്ടേഷൻ ഇൻഡ്യൂസിങ് ഏജൻസ്, മ്യൂട്ടേഷൻസ് ഉണ്ടാകാൻ കാരണമാകുന്ന ഏജൻസ്. അതിലൊരു എക്സാമ്പിളാണ് UV റേ, അതുപോലെ തന്നെ എക്സ്റേ, ചില തരത്തിലുള്ള കെമിക്കൽ ഗ്യാസസ്, അതെല്ലാം ഈ മ്യൂട്ടാജൻസ് ആയിട്ട് വരും. There are 2 types of genetic mutation. നമുക്കിവിടെ 2 തരത്തിലുള്ള ജനറ്റിക് മ്യൂട്ടേഷൻ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പോയിന്റ് മ്യൂട്ടേഷൻ, സെക്കൻഡ് വൺ ഈസ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷൻ, പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു നൈട്രോജനസ് ബേസ് മാറി വരികയാണ്. നൈട്രോജനസ് ബേസസ് ഏതൊക്കെയാണെന്നറിയാലോ? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ അല്ലേ? RNA ആണെങ്കിൽ യുറാസിൽ എന്ന് പറയും. നമ്മളിപ്പോൾ DNA കാര്യമാണ് പറയുന്നത്, അപ്പോൾ യുറാസിൽ ഇവിടെ പറയണ്ട. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ ഇതിനകത്ത് ഒരു ബേസ് മാറി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് പറയും? പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് ഇപ്പോൾ ഒരു mRNAയിൽ നിന്നും ഒരു ജീൻ പോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു DNA നിന്നും, mRNA വേണ്ട, DNA തന്നെ എടുക്കും, DNAയിൽ നിന്നും ഒരു നൈട്രോജൻ ബേസ് പോയി എന്ന് വിചാരിക്കുക. പോയി കഴിഞ്ഞാലും അവിടെ എന്ത് സംഭവിക്കും? പിന്നീട് വരുന്ന ഫ്രെയിമിങ്ങിൽ ചേഞ്ചസ് വരും. അതായത് പിന്നീട് വരുന്ന എല്ലാ ഫ്രെയിംസിലും ചേഞ്ച് വരികയാണ്. അങ്ങനെ ഫ്രെയിംസിൽ ചേഞ്ച് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നൈട്രോജൻ സ്പേസ് പോയി കഴിഞ്ഞാൽ അത് പോയിന്റാണ്. ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരെണ്ണം പോയി കഴിയുമ്പോൾ ആ പോയ ഭാഗത്തു നിന്ന് വരുന്ന മൊത്തമുള്ളതിന് ചേഞ്ചസ് വരികയാണ്. അങ്ങനെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇതിലെ പോയിന്റ് മ്യൂട്ടേഷൻ നോക്കിയേ. There is a substitution in single base pair of DNA. DNA-യുടെ ഒരു ബേസ് പെയർ എന്ന് പറഞ്ഞാൽ നൈട്രജൻ ബേസ് പെയറിലെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു നൈട്രജൻ ബേസ് പെയർ മാറി മറ്റൊരു നൈട്രജൻ ബേസ് അവിടെ വന്നു കഴിഞ്ഞാൽ, എക്സാമ്പിൾ പറയുന്നത് എന്താ നോക്കിയേ? സിക്കിൾ സെൽ അനീമിയ. The 6th codon of gene coding for the beta globin chain of hemoglobin changes from GAG to GUG, resulting the substitution of glutamic acid by valine. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കാം. ഇത് നോർമലായിട്ട് നമ്മുടെ ബീറ്റാ ഗ്ലോബിൻ ചെയിനിൽ വരേണ്ടത് GAG ആണ്. GAG ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത് എന്താണ്? CTC ആണ്. ഇത് നോർമൽ കണ്ടീഷനാണ്. സിക്കിൾ സെൽ അനീമിയ ആണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. ഈ A ഇവിടെ നിന്ന് മാറിയിട്ട് ഇവിടെ GTG വന്നു. കണ്ടോ? T വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എങ്ങനെയാണ്? ATGC, എർവിൻ ചർഗാഫ് റൂൾ പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ T വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ A വന്നു. നോക്കിയേ, ഈ ഒരു A മാറി T വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയും ചേഞ്ചസ് വന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ mRNAയിൽ എന്ത് സംഭവിച്ചു? mRNA ഫോം ചെയ്യുന്നത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നുമാണല്ലോ. mRNAയിൽ എന്താ സംഭവിച്ചത്? GAG വന്നു അല്ലേ? ഇതാണ് ടെംപ്ലേറ്റിൽ നിന്നും GAG വന്നു. അപ്പോൾ ഇവിടെ GAGക്ക് പകരം ആര് വന്നു? എക്ക് പകരം U. കണ്ടോ? നോർമലി വരേണ്ടത് A ആണ്, പക്ഷേ ഇവിടെ U വന്നു. എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. ആ പ്രോട്ടീൻ തന്നെ മാറിപ്പോയി. നോർമലി വരേണ്ടത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്, പക്ഷെ ഇവിടെ വന്നത് ആരാ? വാലൈനാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ RBCയുടെ ഷേപ്പ്, നോർമൽ റെഡ് ബ്ലഡ് ഷേപ്പ് നോക്കുക, ഇതാണ്. അതെന്തായി മാറി? സിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? അരിവാള് പോലെയായിപ്പോയി. അതാണ് അരിവാൾ രോഗം എന്നതിന് പറയുന്നത്. കണ്ട, സിക്കിൾ റെഡ് ബ്ലഡ് സെൽ. എന്താ കാരണം? ആ DNA-യിൽ ഒരൊറ്റ ബേസ് പെയറിൽ വന്നിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ്. GT വരേണ്ട പ്ലേസിൽ A വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ mRNA-യിൽ A വരേണ്ടടുത്ത് U വന്നു
അല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രോട്ടീൻ ഗ്ലൂട്ടാമിക് ആസിഡ് വരേണ്ട സ്ഥാനത്ത് വാലൈൻ വന്നു. അത് എവിടെയാണ്? ബീറ്റാ ഗ്ലോബിൻ ചെയിനിൽ. ബ്ലഡിന് നമുക്കറിയാം ആൽഫ ഗ്ലോബിൻ ചെയിനുണ്ട്, ബീറ്റാ ഗ്ലോബിൻ ചെയിനുണ്ട്, 4 ചെയിനുകളാണ്. അതിൽ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ്റെ 6th പൊസിഷനിൽ, ബീറ്റാ ഗ്ലോബിൻ ചെയിൻ്റെ 6th പൊസിഷനിലാണ് ഈ ചേഞ്ച് വന്നത്. അങ്ങനെ വന്നപ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങൾ നോക്കിയേ. ഒരു നോർമൽ ബ്ലഡ് സെല്ലാണെങ്കിൽ ഈ ബ്ലഡ് സെല്ലിൻ്റെ ഷേപ്പ് നോക്കുക, അതുകൊണ്ട് ഈസി ആയിട്ട് അത് നമ്മളുടെ കാപ്പിലറീസിലൂടെ ബ്ലഡ് വെസലിലൂടെ മൂവ് ചെയ്യും. അത് സിക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു കണ്ടോ? കാപ്പിലറീസ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന് ബ്ലോക്ക് ആവുകയാണിത്, ബ്ലോക്കായിരിക്കുവാണ്. അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ മര്യാദക്ക് പോവില്ല, മാത്രമല്ല ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുകയും ചെയ്യും. ഓക്കെ, ആ ഡിസീസിന് പറയുന്ന പേരാണ് എന്ത്? അതിനെയാണ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ അത് പോയിന്റ് മ്യൂട്ടേഷന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത നോക്കുക, frame shift mutation. It results from insertion or deletion of one or more pairs of bases in a DNA. Insertion or deletion. Insertion ഒരെണ്ണം കൂടി വന്നാലും ഒരെണ്ണം പോയി കഴിഞ്ഞാലും എന്തായിട്ട് മാറും? ഇറ്റ് ക്യാൻ ചേഞ്ച് ദ റീഡിംഗ് ഫ്രെയിം ഓഫ് ട്രിപ്ലറ്റ് കോഡോൺ. ട്രിപ്ലറ്റ് കോഡോൺ ഉള്ള ആർക്കാ? mRNA-ക്കാണ്. mRNA-യുടെ ട്രിപ്ലറ്റ് കോഡോണിൽ എന്ത് സംഭവിക്കാം? റീഡിംഗ് ഫ്രെയിമിന് വ്യത്യാസം വരും. ദാറ്റ് കോഡ് ഫോർ സർട്ടൻ അമിനോ ആസിഡ് ഓഫ് ദ പ്രോട്ടീൻ. അതിന് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എക്സാമ്പിളാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ഇവിടെ നോക്കുക, ഫ്രെയിം ഷിഫ്റ്റ് ഇൻ ഡിലീഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്താ ഡിലീഷൻ ഈ കാണിച്ചിരിക്കുന്നത്? CTA കഴിഞ്ഞിട്ട് ഈ A ഇവിടെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, അത് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നോക്കിയേ, ഇത് കഴിഞ്ഞിട്ട് വരുന്ന നോർമലി ഇവിടെ ആർജിനിൻ AGG എന്ന് പറയുന്ന ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ്. കോഡോൺസ് എന്ന് പറഞ്ഞാൽ ട്രിപ്ലറ്റ് അല്ലേ? ഇതൊരു കോഡോൺ 3, ഇതൊരു കോഡോൺ, അടുത്ത കോഡോൺ, ഇതാണല്ലോ കോഡോൺസ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ A പോയി കഴിഞ്ഞപ്പോൾ GGC ആയിട്ട് വന്നു. കണ്ടോ? AAG വരേണ്ട സമയത്ത് GGC വന്നു. ഇവിടെ നോർമലി വരേണ്ടത് ആർജിനാണ്, പക്ഷെ വന്നത് ആരാ? ഗ്ലൈസീനാണ്. അതായത് പിന്നെ അങ്ങോട്ട് വന്നിരിക്കുന്ന എല്ലാ അമിനോ ആസിഡിലും ചേഞ്ചാണ്, ഫ്രെയിമിങ് തന്നെ ചേഞ്ചായി പോവുകയാണ്. നോക്കുക, ഹിസ്റ്റമിൻ, സെറീൻ, അസ്പരാജിൻ, ആർജിനിൻ ഇതൊക്കെ വരേണ്ടതിന് പകരം വന്നിരിക്കുന്നത് നോക്കിയേ, എല്ലാം മാറിപ്പോയി. സെറീൻ, ലെയിൻ, ഗ്ലൈസീൻ ഇങ്ങനെ പലതാണ് മാറി വന്നിരിക്കുന്നത്. അപ്പോൾ അതായത് എന്താ കാരണം? ഒരൊറ്റ നൈട്രജൻ ബേസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ പോയ സ്ഥലത്ത് നിന്നും എന്ത് സംഭവിച്ചു? ആ പോയ സ്ഥലത്തു നിന്നുള്ള റീഡിംഗ് ഫ്രെയിം മാറി. റീഡിംഗ് ഫ്രെയിം മാറുക എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന അമിനോ ആസിഡ് മാറും. അമിനോ ആസിഡ് മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? പ്രോട്ടീനും മാറും. ഇത് നോക്കിയേ, ഇത് ഇൻസേഷനാണ്. ഇൻസേഷനിൽ എന്താണ്? ഇതാണ് നോർമലി CTA, AGG, ഇതാണല്ലോ ട്രിപ്പിൾ കോഡോണാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന് പകരം ഈ A എന്ന് പറയുന്ന ഭാഗത്ത് ഈ 2 Aയുടെ ഇടയ്ക്ക് ആര് വന്നു? ഒരു G വന്നു. അത് ഇൻസേഷൻ അല്ലേ? അകത്തേക്ക് വന്നിരിക്കുമല്ലേ ഇൻസേഷൻ. കണ്ടോ? 2 Aയുടെ ഇടയ്ക്ക് G വന്നു. ഇവിടെ CTA, ല്യൂസിൻ, ആർജിനിൻ, ഹിസ്റ്റമിൻ, സെറീൻ, അസ്പരാജിൻ, ആർജിനിൻ അങ്ങനെ വരേണ്ടതിന് പകരം ഇവിടെ എന്താ വന്നേ നോക്കി, ഇവിടെ ല്യൂസിൻ വന്നു. പക്ഷേ ഇവിടെ അടുത്ത ആളിതിനിടയ്ക്ക് കയറിയപ്പോൾ നോക്കുക, അമിനോ ആസിഡ് മാറിയേക്കണുണ്ടോ? ആർജിനിന് പകരം ഗ്ലൂട്ടാമിക് ആസിഡ് വന്നു, ഹിസ്റ്റമിന് പകരം അലാനിൻ വന്നു, സെറീന് പകരം ഫിനൈലലാനിൻ വന്നു, ആർജിനിൻ വന്നു, സെറീൻ വന്നു. അപ്പോൾ എവിടെയാണോ ഇൻസേഷൻ നടന്നത്, ആ ഇൻസേഷൻ നടന്ന ഭാഗത്തു നിന്നുമുള്ള ഫ്രെയിമിംഗ് മാറിപ്പോയി. ഇതിനെയാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ പോയിന്റ് മ്യൂട്ടേഷനും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും. ഓക്കെ, ഇനി അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? സെക്സ് ഡിറ്റർമിനേഷൻ പഠിച്ചു, അതുപോലെ തന്നെ പോയിന്റ് മ്യൂട്ടേഷൻസ് പഠിച്ചു. മ്യൂട്ടേഷൻ 2 തരത്തിലാണ്, പോയിന്റ് മ്യൂട്ടേഷൻ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഓക്കെ, താങ്ക് യു.